ഒരു മൊബൈലാണെങ്കിൽ ബാലചന്ദ്രൻ്റെ അടി വാങ്ങി കൂട്ടുന്ന വൈജയന്തിയെ കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ സത്യം പറഞ്ഞാൽ വളരെയധികം വീക്കാണ് എന്ന് കാണാനായിട്ട് കഴിയുമല്ലോ, സാധിക്കുമല്ലോ. ആ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വീമ്പും പറഞ്ഞുകൊണ്ട് വൈജയന്തി കയറി ചെല്ലുകയാണ്. ബാലചന്ദ്ര, നിങ്ങൾ ഈ മദ്യപാനവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ വീട്ടിലധികം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ വീട്ടിൽ ഞാൻ പലതും ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാനും അതിനെ തീരുമാനിക്കാനും നിനക്ക് ആരാടി അധികാരം തന്നിരിക്കുന്നത്? എൻ്റെ വീട്ടിൽ കിടന്നുകൊണ്ട് എന്നെ തന്നെ ചോദ്യം ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നൊരു ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ ശരിയല്ല. ബാലചന്ദ്രൻ മദ്യപിച്ചിട്ട് തോന്നിവാസമാണോ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, തോന്നിവാസമല്ല പറയുന്നത്, ഞാൻ കാര്യമാണ് പറയുന്നത്. എനിക്ക് നിന്നെ വെറുപ്പാണ്, അറപ്പാണെന്ന് പറയുന്നു. അത്രയും വൃത്തികെട്ട സ്വഭാവത്തിനുടമയാണ് നീ എന്ന് പറയുമ്പോൾ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ബാലചന്ദ്ര എന്നോട് ഇത്രയും വെറുപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ, അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി വൈജെ, നിനക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അത് നീ നിൻ്റെ ജീവിതത്തിലേക്ക് പുറകോട്ട്, വർഷങ്ങളിൽ പുറകോട്ട് ചിന്തിക്കുക. അപ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്, എന്തുവാണ് പറഞ്ഞു വരുന്നതെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഓർത്തൊന്ന് നോക്കിയേ, നിനക്ക് വല്ലതും അറിയോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയം വൈജയന്തി ആകെ ഷോക്ക് പോലെ നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക, സാധിക്കുക. എന്തായാലും വൈജയന്തിയുടെ മനസ്സിൽ തീ കോരിയിടുകയാണ് ബാലചന്ദ്രനെന്ന് കാണാനായിട്ട് കഴിയും കൂട്ടുകാരെ.